ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ കുറച്ച് മുളക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും 300 രൂപയാണ്. എനിക്ക് ഒരു കടയിൽ നിന്ന് 250 രൂപയ്ക്ക് കാശ്മീരി മുളക് കിട്ടിയേട്ടാ. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലുള്ള ടൈമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉണക്കി പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുളക് ഒരു 3-4 പ്രാവശ്യം കഴുകുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് പൊടി ഉണ്ടാകുമേ, അപ്പോൾ നമുക്ക് ഒരു 3-4 പ്രാവശ്യം കഴുകിയാലേ ഇതിൻ്റെ പൊടിയൊക്കെ മാറി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ മുളക് നല്ലതുപോലെ ഒന്ന് 4 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഹോളുള്ള പാത്രത്തിൽ ഒന്ന് മുളകിൻ്റെ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് കോരി വെക്കാം കേട്ടോ. അങ്ങനെ മുളക് നല്ലതുപോലെ കഴുകിയിട്ട് ഞാൻ ഈ ഹോളുള്ള പാത്രത്തിലേക്ക് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളമെല്ലാം മാറിയിട്ട് നമുക്ക് ഉണക്കാനായിട്ട് ഇടാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു വലിയൊരു ട്രേ ഉണ്ടായിരുന്നു, അതിനകത്തേക്ക് മുളക് ഉണക്കാനായിട്ട് ഇടുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണല്ലോ ഇപ്പോൾ, നല്ല ചൂടും ഒക്കെയുള്ള ടൈമാണിപ്പോൾ. അപ്പോൾ നമ്മളുണ്ടല്ലോ മുളകും മല്ലിയൊക്കെ ഉണക്കാൻ നേരത്ത് ഒരു കറുത്ത തുണി ഇതിൻ്റെ സൈഡിൽ ഇടുവാണെങ്കിലുണ്ടല്ലോ കാക്കകളും പക്ഷികളും ഒന്നും വന്ന് ഇതൊന്നും തിന്ന് നശിപ്പിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ അയ ഉണ്ടായതുകൊണ്ടാണ് ഞാനവിടെ ഈ തുണി അവിടെ കെട്ടിയത് കേട്ടോ. പിന്നെ ഇപ്പോൾ ക്യാരറ്റിനൊക്കെ ഭയങ്കര വില കുറവാണ്, അപ്പം നമുക്ക് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാൻ നല്ലതാണ്, ചൂടുമാണല്ലോ. അപ്പം ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. കാര്യം എന്താണെന്നോ, നമ്മളുടെ സാധാരണ മിക്സിയുടെ ജാറിൽ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ടിട്ട് അടിച്ചാലുണ്ടല്ലോ അത് കഷ്ണമായിട്ട് തന്നെ കിടക്കും, അതായത് അരഞ്ഞു വരത്തില്ല. അപ്പം ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് സാധാരണ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇടുന്നത് കേട്ടോ. എന്നിട്ട് തണുത്ത വെള്ളവും പിന്നെ മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്, എന്നിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ഒരു ചെറിയ പീസ് പോലും ഇതിനകത്തില്ല കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോഴേ. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ക്യാരറ്റിന് നല്ല വില കുറവാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണേ. പിന്നെ ഞാൻ ഈ ജ്യൂസുമായിട്ട് നമ്മുടെ കിഴക്കുവശത്ത് തോടിൻ്റെ സൈഡിൽ വന്നപ്പോഴുണ്ടല്ലോ ഒരു കൊക്കിരിക്കുന്ന കണ്ടോ, ഇത് വിദേശി കൊക്കാണ് കേട്ടോ. ഇത് ഗ്രേ കളറും ബ്ലാക്ക് കളറും കൂടിയ ഒരു കളറായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.